സന്ധിവാത ചികിത്സയിൽ വേദനസംഹാരികൾ വില്ലനാകുമ്പോൾ സ്വയം ചികിത്സ അപകടങ്ങൾ കൂട്ടാറുണ്ട്. പലപ്പോഴും വേദനകൾ വരുമ്പോൾ സ്വന്തമായി പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതാണ് കൂടുതലും കാണാറ്. ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികളിലൊന്നാണ് സന്ധിവാതം. മുൻകാല വാർദ്ധക്യ സഹജമായ രോഗമായി കണക്കാക്കപ്പെട്ടിരുന്ന സന്ധിവാതം ഇന്ന് യുവാക്കളെയും പ്രൊഫഷണലുകളെയും ഒരുപോലെ കീഴ്പ്പെടുത്തുന്നു. സന്ധികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ രോഗം നിർണ്ണയിക്കാൻ സാധിച്ചാൽ കൃത്യമായ ചികിത്സയിലൂടെ രോഗത്തെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. വേദന സംഹാരികൾ താൽക്കാലിക ശമനം മാത്രമാണ് നൽകുന്നത്. ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് സന്ധിവാതത്തെ പ്രതിരോധിക്കാനുള്ള യഥാർത്ഥ മരുന്ന്. ശരീരഭാരം ഓരോ കിലോ കൂടുമ്പോഴും അത് കാൽമുട്ടുകളിലെ സന്ധികളിൽ ഏൽക്കുന്ന സമ്മർദ്ദം 4 ഇരട്ടിയാണ്. അതിനാൽ കൃത്യമായ ഭാരം നിലനിർത്തുക. സന്ധികൾക്ക് അമിത ആയാസം നൽകാത്ത നടത്തം, നീന്തൽ, സൈക്ലിംഗ് എന്നിവ ശീലമാക്കുക. ഇത് സന്ധികൾക്ക് ചുറ്റുമുള്ള പേശികളെ ശക്തമാക്കും. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സംസ്കരിച്ച ഭക്ഷണങ്ങളും അമിത മധുരവും ഒഴിവാക്കുക. ഡോക്ടറുടെ കൃത്യമായ മേൽനോട്ടത്തിൽ മാത്രം സന്ധിവാതത്തിനുള്ള മരുന്നുകൾ കഴിക്കുക. സന്ധിവാതത്തിന് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ്. അതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെയോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയെയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും.